മലയാളം നേരെ ചൊവ്വേ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഓരോ മണ്ടത്തരങ്ങൾ ആര്യൻ നിരന്തരം ഹൗസിൽ പറയാറുണ്ട്. ലൈവിൽ ഇങ്ങനെ റെക്കോർഡിംഗ് ഒക്കെ ഇരുന്ന് കാണുമ്പോൾ ഓരോ മണ്ടത്തരം നമ്മളിങ്ങനെ കേൾക്കും. അതൊക്കെ മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള വിവരവും ബോധവും ആര്യൻ ഇല്ലാത്തത് കൊണ്ട് അതിൽ പറഞ്ഞു കൊടുത്താലും അതിലൊന്ന് തെറ്റ് തിരുത്തി ആര്യൻ സോറി പറയാറില്ല. രേണു ചേച്ചി സുധിച്ചേട്ടന്റെ അടുത്തോട്ട് എത്തും. ഇങ്ങനെ പോയാൽ, ഇങ്ങനെ കളിച്ചാൽ രേണു ചേച്ചി സുധിച്ചേട്ടന്റെ അടുത്തോട്ട് എത്തും അടുത്ത ഫിസിക്കൽ ടാസ്കിന്റെ സമയത്ത് എന്നൊരു കാര്യം ആര്യൻ ചിരിച്ചോണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഞാൻ ലൈവിൽ കേൾക്കുകയും ചെയ്തു. ആര്യൻ അക്ബറിനോട് പറയുന്ന സമയത്ത് അക്ബർ അത് കോമഡി ആയിട്ട് എടുക്കുമെന്നാണ് ആര്യം വിചാരിച്ചത്. പക്ഷെ അക്ബർ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ എത്രയൊക്കെ ജസ്റ്റിഫൈ ചെയ്താലും ക്ലാരിഫൈ ചെയ്താലും വളരെ മോശമായ ഒരു വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആര്യൻ ആ പറഞ്ഞത്. ജിഷിൻ മോഹനൊക്കെ അതിനെ ഏറ്റി പിടിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രേണു വളരെ ഫ്രജൈൽ ആയിട്ടുള്ള വീക്ക് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. വായില് സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ച ആര്യനെ പോലുള്ള ആളുകള് ഇങ്ങനെയുള്ളവരെ കണ്ടൊന്നും അവരുടെ ലൈഫിൽ കണ്ടിട്ടുണ്ടാവില്ല. ഈ സോ കോൾഡ് പട്ടിണി അനുഭവിക്കുന്ന പാവങ്ങളായിട്ടുള്ളവരെ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ രേണു അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഒരു ദിവസം കൂടെ നിന്ന് അത്രയും കൂടി കാശ് കിട്ടുമല്ലോ എന്ന് ഓർത്തോണ്ട് നിൽക്കുന്ന അങ്ങനത്തെ ഒരു ലേഡിയാണ് അവര്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര്യൻ ഒരു ജോക്കായിട്ട് തോന്നുന്നതും അതിങ്ങനെ വന്നു നിന്നൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നു നിന്ന് പറയുന്നതും അങ്ങേയറ്റം മോശകരമായ ഒരു കാര്യമാണ് ആര്യനെ പറഞ്ഞത്. ഒരു വ്യക്തി എത്ര വീക്കാണെന്ന് പറഞ്ഞാലും അവര് മരിച്ചു പോവും, അല്ലെങ്കിൽ മരിച്ചുപോയ അവരുടെ ഹസ്ബൻഡിന്റെ അടുത്ത് എത്തുമെന്ന് പറയുന്നത് എന്ത് ചെറ്റത്തരമാണെന്നേ. രേണുവിന് ആരോഗ്യം ഉണ്ടായത് മിക്കവാറും അവനെ പറപ്പിച്ചതിനെന്നാണ് തോന്നുന്നത്. എന്ത് ജസ്റ്റിഫിക്കേഷനാണ് ഇതിനൊക്കെ ആരും കൊടുക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. വെറും തോന്നിയാസം, വെറും വൃത്തികേടാണ് ആ പറഞ്ഞത്. ഒരു ഫിസിക്കൽ ടാസ്കില് അവരിത്തിരി തളർന്നു വീണു. അതിനിപ്പോ എന്താണ്, അവർ തളർന്നു വീണു, അവരിപ്പോ എണീക്കുകയും ചെയ്യും. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അവര് എണീറ്റ് ആക്റ്റീവായിട്ട് വരും. അതിനിങ്ങനെയൊക്കെയാണോ പറയുന്നത്? അടുത്ത ഫിസിക്കൽ ടാസ്കിന്റെ സമയമാകുമ്പോഴത്തേക്കും രേണു ചേച്ചി സുധിച്ചേട്ടന്റെ അടുത്തോട്ട് എത്തുന്നത് എന്ത് തോന്നിവാസമൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്. അക്ബർ ഇതിനെ നല്ല രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ വഴക്കുണ്ടാക്കുന്നുണ്ട്. ജിഷിൻ മോഹൻ മറ്റേ സെപ്റ്റിക് കേസൊക്കെ എടുത്തിടുമ്പോൾ അക്ബർ പറയുന്നത് ഞാൻ അതിനെ സമാധാനം പറഞ്ഞിട്ടുണ്ട്, അതിന് സോറി പറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിയിൽ അക്ബർ പറയുന്നുണ്ട്. അക്ബർ നല്ല രീതിയിൽ തന്നെ ആര്യനുമായിട്ട് കയർക്കുന്നുണ്ട്. ഗ്രൂപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ അക്ബർ നോക്കുന്നില്ല. അപ്പാനി ഇതിനിടയ്ക്ക് നിന്ന് ഉരുകുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ലൈവിൽ കണ്ടത്. അത് വേറെ തന്നെ ഒരു കേസാണ്, അതിനെപ്പറ്റി നമുക്ക് പറയാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.